ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമല്ലേ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശ് മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശന് വയ്യാതായി ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ആദർശും മുത്തശ്ശനും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീയും അവളും തമ്മിൽ ഇനി നല്ലൊരു ഭാര്യയും ഭർത്താവായിട്ട് മുന്നോട്ട് പോകണം എന്ന് എനിക്ക് സത്യം ചെയ്ത് തരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ്റെ ഈ അവസ്ഥയൊക്കെ കണ്ടിട്ട് ആദർശ് അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ്റെ കയ്യിൽ സത്യമിട്ട് കൊടുക്കുകയാണ്. ഇനി ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഭാര്യയും ഭർത്താവായിട്ട് ഞങ്ങൾ ജീവിക്കും, ജീവിതാവസാനം വരെ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശന് വാക്കു കൊടുക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്, നീ അത് സമ്മതിച്ചു തന്നല്ലോ എൻ്റെ ആഗ്രഹമെന്ന് പറയുകയാണ്. നീ ഒരു കാര്യം ചെയ്യ്, നയനയെ പോയി വിളിച്ചിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ആദർശാണെന്നുണ്ടെങ്കിൽ മനസ്സിലാലോചിക്കുകയാണ്, അവൾ ഇനി റൂമിൽ നിന്നെങ്ങാനും പോയിട്ടുണ്ടാവുമോ, അവൾ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി പോയിട്ടുണ്ടാവുമോ എന്നാണ് ആദർശം ആലോചിക്കുന്നത്. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും ആലോചിച്ച് നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല മുത്തശ്ശൻ, ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എത്രയും വേഗം അവളെ വിളിച്ചുകൊണ്ട് വായു, കാരണം അവൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ആറ്റുകാല് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് വ്രതം നോറ്റിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വഴിപാടുകളെല്ലാം ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവസാനം നീ തലയിൽ പൂവിട്ടിട്ട് അനുഗ്രഹിക്കേണ്ട സമയത്ത് നീ അത് ചെയ്യാതെ പോയായിരുന്നു. അപ്പോൾ അവൾ അത് ചെയ്താൽ മാത്രമേ അവളുടെ ആ ഒരു വ്രതം പൂർത്തിയാവത്തുള്ളൂ. അതുവരെയും അവൾ ഭക്ഷണം കഴിക്കത്തില്ല. അപ്പോൾ ഈ നേരമായിട്ടും അവളൊന്നും തന്നെ കഴിച്ചിട്ടില്ല. അപ്പം നീ എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് അവളെ വിളിച്ചുകൊണ്ട് വായു, വന്നിട്ട് എൻ്റെ മുന്നിലിരുന്ന് തന്നെ അവളെ ആ വ്രതം പൂർത്തീകരിക്കാനായിട്ട് മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ആദർശൻ ഞാനിപ്പോൾ തന്നെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആദർശൻ നേരെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ എല്ലാവരും ഹാളിൽ വന്നിട്ടിരിക്കുന്നുണ്ട്. ആദർശാണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് സംശയത്തിലാണ് കയറി ചെല്ലുന്നത്. കാരണം അവളിനിപ്പോൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും, റൂമിലുണ്ടാവും എന്നുള്ളൊരു സംശയത്തിലാണ് വരുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ തന്നെ നയന നിൽക്കുന്നുണ്ട്. പക്ഷേ അവൾ ഇട്ടിരുന്ന ആഭരണങ്ങളും താലിമാലയും എല്ലാ സാധനങ്ങളും ഊരിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ടേബിളിലേക്ക് ഊരി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ആദർശ് ചെല്ലുന്നത്. അപ്പോൾ ആദർശ് നയനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇതൊക്കെ ഊരി വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് എന്താ ഊരേണ്ട കാര്യം, അത് നിൻ്റെ കഴുത്തിലും കയ്യിലും എന്നെ കിടന്നോട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശിനോട് നയന പറയുന്നുണ്ട്, ഇതെല്ലാം നിങ്ങളെ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ കഴുത്തിലും കയ്യിലൊക്കെ ഇട്ട് തന്നിരുന്നതാണ്. അപ്പം ഞാനിതെല്ലാം ഊരി വെച്ചിട്ട് ഇവിടെ നിന്ന് പോവുകയാണ്. ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ കുറച്ച് വസ്ത്രങ്ങൾ മാത്രമേ അതിലുള്ളൂ, അല്ലാതെ നിങ്ങളെ കല്യാണം കഴിച്ചപ്പോൾ കിട്ടിയിരുന്ന ഒരു സാധനങ്ങളും ഞാൻ എടുക്കുന്നില്ല. അതുപോലെ ഈ ആഭരണങ്ങളെല്ലാം ഇവിടെ ഊരി വയ്ക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് അത് കേട്ടിട്ട് പറയുന്നുണ്ട്, നീ അതെല്ലാം എടുത്തിട്ടേ എന്ന് പറയുകയാണ്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോൾ പോവാനായിട്ട് വരട്ടെ എന്ന് പറയുകയാണ്. എന്താ നിങ്ങൾക്ക് തോന്നുമ്പോൾ പോവാനും നിങ്ങൾക്ക് തോന്നുമ്പോൾ പോവണ്ടെന്ന് പറയാൻ എന്താണ് കാരണം ചോദിക്കുകയാണ്. കാരണം ഞാൻ പറയുന്നവരെ എനിക്ക് ആലോചിക്കാനുള്ളൊരു സമയമുണ്ട്, അതുവരെ നീ ഈ വീട്ടിൽ നിന്ന് പോകണ്ടെന്ന് പറയാണ്. അവസാനം നിങ്ങൾ ആലോചിച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് ഈ വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞാലോ എന്ന് പറയുമ്പോൾ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ, അതെല്ലാം എടുത്തിട്, എന്നിട്ട് എൻ്റെ കൂടെ വരാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അമ്മയെ വിട്ടിട്ട് എന്നെ സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒരിക്കലും മരുമകളായിട്ട് കാണാനും പോകുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ നിൽക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്താ, നീ ഇതുവരെയായിട്ടും ഈ വീട് വിട്ട് പോയിട്ടില്ലേ എന്നല്ലേ ചോദിച്ചത്. അത്രയും അഭിമാനം ഇല്ലാത്തോളല്ല ഞാൻ. ഇനി അത് കേട്ടുകൊണ്ട് എനിക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ല. എൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛനും എന്നെ രണ്ട് കൈയും കൂടി സ്വീകരിക്കും. ഞാനിവിടെ ഇനി നിൽക്കുന്നതിൽ ഒരർത്ഥമില്ല. കാരണം നിങ്ങളെ എത്ര സ്നേഹിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് മാറുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഇത്രയും നാളിവിടെ ജീവിച്ചിരുന്നത്. പക്ഷേ അതിനി മാറാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കില്ല എന്ന് മനസ്സിലായതിനു ശേഷം ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ്. നിങ്ങളെന്തായാലും നിങ്ങളെ അമ്മയെ എതിർത്തുകൊണ്ട് എന്നെ സ്നേഹിക്കാനായിട്ട് നിൽക്കത്തില്ല. അതുകൊണ്ട് എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ തന്നെ ഈ വീട്ടിൽ നിന്ന് പോവാന്ന് പറഞ്ഞപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിന്നോടല്ലേ പറഞ്ഞത് ഇപ്പോൾ നിന്നോട് പോവരുതെന്ന്, നീ എൻ്റെ കൂടെ വായോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ നീ ഇതിപ്പോൾ വലിയ കാര്യമൊന്നും അന്വേഷിക്കേണ്ട, എൻ്റെ കൂടെ വരാൻ പറഞ്ഞാൽ വരാനെന്ന് പറയുന്നു. നിന്നോട് ഇപ്പോൾ വീട് വിട്ട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതനുസരിക്കാനായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ നയനയുടെ കൈയും പിടിച്ചുകൊണ്ട് ആദർശ് നേരെ ഹാളിലേക്ക് വരികയാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജലജയാണെന്നുണ്ടെങ്കിൽ ദേവയാനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ആദർശ് എന്തിനാവും ഇപ്പോൾ നയനയുടെ റൂമിലേക്ക് പോയിക്കുന്നത്, അച്ഛനാണെന്നുണ്ടെങ്കിൽ ആദർശിനോട് തന്നെയാണ് നയനയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞതെന്ന് പറയാണ്. ഇനിയിപ്പോൾ അവനും നമ്മളുടെ പിണക്കൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ വരാൻ ഒരിക്കലും സാധ്യമില്ല, അവൻ എൻ്റെ മകനാണ്, അവന് എന്നോട് ആരെതിർത്ത് സംസാരിച്ചാലും അത് അവൻ അതോടുകൂടി തീർക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് അവൻ അവളെ ഒന്നും സ്നേഹിക്കാനൊന്നും പോകുന്നില്ല, നീ ആ കാര്യത്തിൽ പേടിക്കേണ്ട ജലജയെന്ന് പറയാണ്. നീ നിൻ്റെ മോൻ്റെ കാര്യം നോക്കാനായിട്ട് നിൽക്ക്, നിൻ്റെ മോൻ
ഞാനാണ് അനുസരണയില്ലാണ്ട് പറഞ്ഞാൽ അനുസരിക്കാതൊക്കെ നടക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഹാളിൽ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും തന്നെ ജലജയും ദേവയാനിയും എല്ലാവരും തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ബാക്കിൽ നിന്ന് ആ സ്റ്റെയർ കേസ് ഇറങ്ങിയിട്ട് നമ്മുടെ ആദർശ് നയനയുടെ കൈയും പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച ആദ്യം തന്നെ കാണുന്നത് ജലജയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഏടത്തി ഇപ്പം മകനെ പറ്റി വലിയ വായിൽ വർത്താനം പറഞ്ഞതല്ലേ, ഏടത്തി ഒന്ന് തിരിഞ്ഞു നോക്ക്, എന്താ കാണുന്നതെന്നുള്ളത് നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദർശ് നയനയുടെ കൈയും പിടിച്ചുകൊണ്ട് നേരെ എല്ലാവരുടെ അടുത്തേക്കും വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ദേവയാനിയുടെ മുഖക്കാകെ പോകുന്നുണ്ട്, നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, മുത്തശ്ശ ഞാൻ ദേ അവളെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, എൻ്റെ മോൾ ഇന്നും പൂജയൊക്കെ ചെയ്തതല്ലേ, അതിൻ്റെ അവസാനമായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ പൂജ പൂർത്തിയാവണ്ടേ, അതിനായിട്ട് ആദർശ് അവളെ പൂവിട്ടിട്ട് അനുഗ്രഹിക്കാനായിട്ട് പറയുന്നുണ്ട്. അത് കേട്ടോടുകൂടി ദേവയാനി ആകെ ഞെട്ടിപ്പോവുകയാണ്. കാരണം അവൻ നേരത്തെ അനുഗ്രഹിക്കാതിരുന്നതാ. അങ്ങനെ അവൻ ആ പൂവും അരി നെല്ലൊക്കെ എടുത്തിട്ട് അവളെ അനുഗ്രഹിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം പറഞ്ഞിരുന്ന ദേവയാനിക്ക് മുഖത്തടി കിട്ടിയ പോലെയായിരുന്നു ഈ ഒരു സംഭവം. അങ്ങനെ ആദർശാണെന്നുണ്ടെങ്കിൽ പൂവെടുത്ത് അപ്പോൾ നയന കാലിലേക്ക് വീഴുന്നുണ്ട് അനുഗ്രഹത്തിനായിട്ട്. അപ്പോൾ ആദർശ് അവളെ തലയിലേക്ക് പൂവൊക്കെ ഇട്ടിട്ട് അവളെ അനുഗ്രഹിച്ച് എണിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച തീർത്തും നമ്മുടെ ദേവയാനിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല കണ്ടിട്ട്. നയന പോലും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല ആദർശ് ഇങ്ങനെ ചെയ്തൊരു കാര്യം. അങ്ങനെ അവളെ വ്രതം വീടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോള് പോയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പറയുകയാണ്. എന്തായാലും മോളെ വ്രതം എന്ന് പൂർത്തിയായല്ലോ, അതുപോലെ തന്നെ ദീർഘസുമംഗലിയായിട്ട് മോള് ജീവിക്കട്ടെ, അതേപോലെ അടുത്ത് തന്നെ നിങ്ങളുടെ ഒരു കുഞ്ഞിനെയും കൂടി ഞങ്ങൾക്ക് താലോലിക്കാനായിട്ടുള്ളൊരു അവസരം തരണം, അതിനും ഭഗവാന് നിനക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്നും കൂടി മുത്തശ്ശൻ പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ആദർശം നയനയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ദേവി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇവൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഇനി ദീർഘസുമംഗലിയുമായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെയാണ് അനുഗ്രഹം കൊടുക്കുന്നത്. അത് കേട്ട് ദേവയാനി ആകെ തകർന്നു പോവുകയാണ്. അങ്ങനെ ദേവയാനിയെ കാണിച്ചുകൊണ്ട് പത്തരമല്ല ഏറ്റവും പുതിയൊരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് എന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. അതുപോലെ ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.